കേരളത്തിന്റെ എംഎൽഎ ചാണ്ടി ഉമ്മൻ സാർ, അൻവർ നഹ സാഹിബ്, അബ്ദുള്ള ചേലേരി, സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ, കെ.എം. കുട്ടി ഫൈസി അച്ചൂർ, മുസ്തഫ മസ്റ്റർ മുണ്ടുപാറ, സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ, സയ്യിദ് ഷുഹൈബ് തങ്ങൾ എന്നീ നേതാക്കന്മാരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചാണ്ടി ഉമ്മൻ UAE നാഷണൽ SKSSFന്റെ സർഗലയ വേദിയിൽ സമ്മാനദാനം നടത്തുന്നു. സമ്മാനദാനം നടത്തുന്നതിന് മുമ്പ് UAE നാഷണൽ SKSSFന്റെ അഭിവന്ദനായ നായകൻ സയ്യിദ് ഷുഹൈബ് തങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വേദിയെ ധന്യവാക്കിയ എല്ലാവർക്കും സർഗ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ വേദിയിൽ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി, കേരളക്കാരുടെ ഏറ്റവും സ്വീകാര്യനായ ജനനായകൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും, അതുപോലെ തന്നെ UAE KMCCയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി അൻവർ നഹ സാഹിബിനെയും മറ്റു വേദിയിൽ എത്തിച്ചേർന്ന അഭിവന്ദന നേതാക്കളെയും UAE നാഷണൽ SKSF കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 വർഷത്തിലൊരിക്കൽ കേരളത്തിലും അതോടൊപ്പം SKSSFന്റെ പ്രസ്ഥാനം നിലനിൽക്കുന്ന മേഖലകളിലൊക്കെ നടന്നു വരുന്ന സർഗലയം കലാസാഹിത്യ മത്സരത്തിൻ്റെ 3 മാസക്കാലമായി UAEയിലെ ജില്ലാതലങ്ങളിലും സോണൽ തലങ്ങളിലുമായി നടന്നു വരുന്ന സർഗലയം കലാസാഹിത്യ മത്സരത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന നാഷണൽ തല മത്സരമാണ് ഇന്ന് കാലത്ത് മുതൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ജനാബ് നിസാർ തളങ്കര സാഹിബ് ഉദ്ഘാടനം ചെയ്ത 6 വേദികളായി ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേദിയിൽ നമുക്ക് വീണ്ടും കിട്ടിയ ഒരു അതിഥിയാണ്. ഇന്ന് കാലത്ത് നാട്ടിൽ നിന്നും പറന്നെത്തി ഇന്ന് കാലത്ത് തൊട്ടടുത്തുള്ള ക്രിസ്തു സഹോദരങ്ങളുടെ ഒരു ആഘോഷവേളയിൽ പങ്കുചേർന്ന് നമ്മുടെ ഈ സൗഹൃദ വേദിയിലും വന്ന് തൊട്ടടുത്ത് അജ്മാനിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ NSSന്റെ വേദിയിലേക്കും കേരളത്തിൻ്റെ മതേതരത്തിൻ്റെ മുഖമായി ഉമ്മൻചാണ്ടി സാർ കാണിച്ചു തന്ന പാതയിൽ വീണ്ടും ചലിക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മനും ഇവിടെ എത്തിയിട്ടുള്ളത് ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ കലാവേദിയിൽ ഒരുപാട് സർഗവാസനകൾ കഴിവുള്ള ആളുകളെ പരിപോഷിപ്പിക്കുന്ന 55ഓളം ഇനങ്ങൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേദി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന UAEയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ കലാസാഹിത്യ മത്സരമാണ്. തൊഴിലിലും അതുപോലെ മറ്റുള്ള മേഖലകളിലും ഏർപ്പെടുന്ന എല്ലാവർക്കും അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കലാസാഹിത്യ മേഖലയിലെ വേറിട്ട ശബ്ദമാണ് 2 വർഷത്തിലൊരിക്കൽ UAEയിൽ SKSSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ 35ാം വാർഷികം ഫെബ്രുവരിയിൽ 2, 3, 4 തീയതികൾ കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ തിരക്കുകൾക്കിടയിലും ഈ സർഗവസന്തത്തിൻ്റെ വേദിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ വിശിഷ്ട അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. സമയം പരിമിതമാണ്, ഒരുപാട് മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. നമ്മുടെ വിശിഷ്ടാതിഥികൾ നമ്മുടെ ഹ്രസ്വമായ വാക്കിൽ അഭിസംബോധന ചെയ്യും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. ചാണ്ടി ഉമ്മൻ MLA UAE നാഷണൽ സർഗലയ വേദിയിൽ സമ്മാന വിതരണം നടത്തുന്നു. ആദരപൂർവം ചാണ്ടി ഉമ്മൻ MLAയെയും സമ്മാനത്തിന് അർഹരായ സ്റ്റോറി ടെല്ലിംഗ് ഇംഗ്ലീഷ് സബ് ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് ഇംഗ്ലീഷ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് ഹംദാൻ ഇബ്നു അബ്ദുള്ള വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു. സ്റ്റോറി ടെല്ലിംഗ് ഇംഗ്ലീഷ് സബ് ജൂനിയർ വിഭാഗം 2ാം സ്ഥാനം കരസ്ഥമാക്കിയ വിൽദാൻ മുഹമ്മദിനുള്ള സമ്മാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിക്കുന്നു. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. സ്റ്റോറി ടെല്ലിംഗ് സബ് ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് ഇംഗ്ലീഷ് മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹമദ് അറക്കലിനുള്ള സമ്മാനദാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിക്കുന്നു. സ്നേഹപൂർവം ക്ഷണിക്കുന്നു.
അടുത്തതായി സമ്മാനദാനം നിർവഹിക്കുന്നത് പ്രവാസി പ്രതീക്ഷകളുടെ തണൽ വൃക്ഷമായ KMCCയുടെ അനിഷേധ്യനായ അമരക്കാരൻ ജനാബ് അൻവർ നഹ സാഹിബ്. ജൂനിയർ വിഭാഗം മാപ്പിളപ്പാട്ടിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് ഷെബിലി വള്ളിക്കുന്നത്തിന് സമ്മാനദാനം നിർവഹിക്കുന്നു. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാൻ ടീം ലീഡർ അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ അബുദാബിയെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സമ്മാനദാനം നടത്തുന്നത് UAE റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ അഭിവന്ദനായ പ്രസിഡന്റും SKSSF സ്ഥാപക ട്രഷററുമായ ഉസ്താദ് മൊയ്തീൻ കുട്ടി ഫൈസി അച്ചൂർ അവർകളാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഉസ്താദ് അവർകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ജൂനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് സഹലിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി സമ്മാനദാനം നടത്തുന്നത് സുപ്രഭാതം സിഇഒയും സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ മുൻ ജനറൽ സെക്രട്ടറിയുമായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ. മുസ്തഫ മാസ്റ്ററെയും സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ജൂനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് ഹാഷിമിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി UAE നാഷണൽ സർഗാലയത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ ചാണ്ടി ഉമ്മൻ MLA സാർ സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ SKSSFന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട KMCCയുടെയും അതുപോലെ തന്നെ സുപ്രഭാതം പത്രത്തിൻ്റെയൊക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇനി 3 മണിക്ക് ഞങ്ങൾ പറഞ്ഞ പോലെ അജ്മാനിലെ NSSൻ്റെ പരിപാടിയിൽ എത്തേണ്ടതാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് അവിചാരിതമായി 3 മതങ്ങളുടെയും പരിപാടിയിൽ പങ്കെടുക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞു, ഐ ആം എ ഹിന്ദു, ഐ ആം എ മുസ്ലിം, ഐ ആം എ ക്രിസ്ത്യൻ, ഐ ആം എ സിഖ്, ഐ ആം എ പാർസി, ഐ ആം എ ജൂ, സോ യു ആർ ഓൾ. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു സിഖാണ്, ഞാനൊരു പാർസിയാണ്, ഞാനൊരു യഹൂദനാണ്, നിങ്ങളും എല്ലാവരും അത് തന്നെയാണ്. ഈ ലോകത്ത് ഒറ്റ ആത്മീയതയുള്ളൂ എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് മഹാത്മാഗാന്ധി നടത്തിയത്. ഓരോരുത്തരും ആ സത്യത്തെ പല രീതിയിൽ തിരിച്ചറിയുന്നു. ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ 5 നേരവും നിസ്കാരം, ആ ദൈവത്തെ എല്ലാ നേരവും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുകയും അതിനനുസരിച്ച് ജീവിതചര്യ തന്നെ അങ്ങനെ വളർത്തിയെടുക്കുകയും ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്ന് മെര ജീന മെര മരണ ഇലാഹി തേരെ ഖാതിറോ, മെര രുക്ന മെര റോന മെര ഹസ്ന ഇലാഹി തേരെ ഖാതിറോ. ഞാൻ നടക്കുന്നതും ഞാൻ നിൽക്കുന്നതും ഞാൻ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും ദൈവമേ നിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചത് ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ സർഗാലയത്തിൻ്റെ UAE SKSSFൻ്റെ നാഷണൽ ഫെസ്റ്റിവലായ, കുട്ടികൾക്ക് വേണ്ടിയുള്ള നാഷണൽ ഫെസ്റ്റിവലായ സർഗാലയത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സമൂഹം ഇത്രയും ദൂരെയായിട്ടും നിങ്ങൾ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ വിവിധ ഭാഷകളിലുള്ള കുട്ടികളുടെ ടാലൻറ്റ് പ്രോത്സാഹിപ്പിക്കാനും കാണിക്കുന്ന എല്ലാവിധ താല്പര്യങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി KMCCയുടെ UAE നാഷണൽ ജനറൽ സെക്രട്ടറി അൻവർ നഹ സാഹിബ് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ്, പ്രത്യേകിച്ച് ശ്രീ ചാണ്ടി ഉമ്മൻ MLAയോടൊപ്പം അദ്ദേഹം MLA ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിൽ അത് SKSSFൻ്റെ ഈ ഒരു പവിത്രമായ സർഗാലയത്തിൽ ഒന്നിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു. വളരെ സംക്ഷിപ്തവും സമഗ്രവുമായിട്ടുള്ള ഒരു മത്സര പരിപാടിയാണ്. 40 വയസ്സിന് താഴെയുള്ള ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന UAEയിലെ ഏറ്റവും വലിയ സർഗ പ്രതിഭകളുടെ മാറ്റുരക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശ്രീ ചാണ്ടി ഉമ്മൻ, നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രതീക്ഷയായിരുന്ന പ്രവാസി സമൂഹത്തിന് മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻ ചാണ്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ. ഇപ്പം അദ്ദേഹം ചെയ്ത പ്രസംഗം പോലും ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് പലതും അസ്തമിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും പ്രതീക്ഷയുടെ കിരണങ്ങളായി ഉദിയ സൂര്യനെ നമുക്ക് കാണിച്ചു തരുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. മതേതരത്വത്തിൻ്റെ സമഗ്ര ഇന്ത്യയുടെ ഒരു പുരോഗതിയുടെ വക്താവായി നാളെ അദ്ദേഹം നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മുഴുവൻ മത്സരാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് SKSSFൻ്റെ സംഘാടകർക്ക് സർവ്വവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രവാസ ലോകത്ത് 3 പതിറ്റാണ്ടിലധികമായി സാമൂഹ്യ സേവന ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ് ഇരിങ്ങാവൂരിന് UAE നാഷണൽ SKSSF കമ്മിറ്റിയുടെ ആദരമാണ് വേദിയിൽ സമർപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ് ഇരിങ്ങാവൂരിന് ബഹുമാനപ്പെട്ട ഹക്കീം തങ്ങൾ അവറുകൾ ഷാൾ അണിയിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. SKSSF, bolo SKSSF. കാതം പലതായി കടന്ന വിമാനപഥങ്ങൾ താണ്ടിയ സംഘം ആമോദം ഹാരം വിണ്ണിൽ തെളിച്ചിടുന്നേ. വേദാന്ത തനിമയിൽ തിരുവഴി ഉലകത്തിൽ SKSSFന്റെ പൂകൾ പൊങ്ങുന്നേ. മധുരിത ഗീതം പാടണ്, മഹിത പൊരുളുകളിൽ സഭവാകണ്, ഇരുചകമാരവമോദണ്, ഇരുളിൽ അലക്കടലായി പ്രവയേകണ്. അകലമുഖദ്ദസിലിന്നിതാ മധുരമന്ത്രണമോദാൻ വന്നിതാ. അകലമുഖദ്ദസിലിന്നിതാ മധുരമന്ത്രണമോദാൻ വന്നിതാ. തിരിതെളിയും പുതുചരിതം മർഹബ മർഹബ പാടുകയാ. SKSSF സിന്ദാബാദ്. ചരിതം പലതെഴുതിയ സരണി, വിജയം തിരയൊഴുകിയ ധരണി. എങ്ങും പുകൾ പൊങ്ങും ശുഭതാരകമായി ലംഘിടലായി ആരവമോതുകയായി ജനമഖിലം ചേരുകയായി. സിന്ദാബാദ് സിന്ദാബാദ് SKSSF സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് SKSSF സിന്ദാബാദ്. ചരിതമെഴുതി വാതിനൂറിലൊരു നാൾ, അതുവഴി ജ്വലനം സമർക്കത്തിൽ മികവായി. മഹിതർ നേരി നടവഴികൾ തീർത്ത് അജബ് തീർത്തിടാൻ മുഖദ്ദസില്ലണവാ. ചരിതമെഴുതി വാതിനൂറിലൊരു നാൾ, അതുവഴി ജ്വലനം സമർക്കത്തിൽ മികവായി. മഹിതർ നേരി നടവഴികൾ തീർത്ത് അജബ് തീർത്തിടാൻ മുഖദ്ദസില്ലണവായി. വരക്കല തങ്ങളെന്ന് വരം തന്ന മണ്ണിലിന്ന് നിറഞ്ഞ അഭിമാനഹർഷം പരന്നിടലായി. തണൽ പാണ കാട്ട സൗദം തരും സത്യനേതൃനോട്ടം ജഗത്തിൽ പകർന്ന വെട്ടമകം തൂകല. സത്യം സ്വത്വം മൊത്ത സമർപ്പണ ബോധം കത്തും ഈഹത്തിൽ ഈ സുന്ദര നാളം. SKSSFനർത്ഥ ചിത്രണം വരച്ച് പണ്ഡിതർ പടുത്ത പാതയിൽ ഉണർന്നു ഭൂതലം. SKSSFനർത്ഥ ചിത്രണം വരച്ച് പണ്ഡിതർ പടുത്ത പാതയിൽ ഉണർന്നു ഭൂതലം. ധർമ്മഗോതയിൽ തുടർന്നിടാൻ അണഞ്ഞിടൂ വിശുദ്ധ സംഗമം മഹൽ മുഖദ്ദസിൽ
ചഞ്ചലം SKSSF സിന്ദാബാദ് വിദ്യാർത്ഥി പടയണി സിന്ദാബാദ് SKSSF സിന്ദാബാദ് വിദ്യാർത്ഥി പടയണി സിന്ദാബാദ് സിന്ദാബാദ് ചരിതമെഴുതി വാതിനൂരിലൊരു നാൾ അതുവഴി ജ്വലനം സമർക്കന്തിൽ മികവായി മഹിതർ നേരി നടവഴികൾ തീർത്ത് അജബ് തീർത്തിടാൻ മുഖത്തസില്ലണവാ ചരിതമെഴുതി വാതിനൂരിലൊരു നാൾ അതുവഴി ജ്വലനം സമർക്കതിൽ മികവായി മഹിതർ നേരി നടവഴികൾ തീർത്ത് അജബ് തീർത്തിടാൻ മുഖത്തസില്ലണവായി SKSSF സിന്ദാബാദ് വിദ്യാർത്ഥി പടയണി സിന്ദാബാദ് SKSSF സിന്ദാബാദ് വിദ്യാർത്ഥി പടയണി സിന്ദാബാദ് സിന്ദാബാദ് സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതരായൊരു സംഗമിതാ സരസിതവനിൽ സുഹൃതം കാട്ടി സ്വാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതരായൊരു സംഗമിതാ സരസിതവനിൽ സുഹൃതം കാട്ടി സ്വാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ സുന്ദര സുരബില സാന്ത്വന തീരം സദനം പാണക്കാടിൻ താരം സുന്ദര സുരബില സാന്ത്വന തീരം സദനം പാണക്കാടിൻ താരം സെയ്തർ നയിക്കുന്ന സ്ഥാനമിതാ SKSSF സംഗമിതാ സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതരായൊരു സംഗമിതാ സരസിതവനിൽ സുഹൃതം കാട്ടി സാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ മുഞ്ചിൽ വിരിഞ്ഞൊരു അസർമുല്ലായ നെഞ്ചിൽ വിരിഞ്ഞില്ലേ മഞ്ചിമ മുഞ്ചിൽ കഞ്ചക പൂവായി മണ്ണിൽ വിരിഞ്ഞില്ലേ മുഞ്ചിൽ വിരിഞ്ഞൊരു അസർമുല്ലായ നെഞ്ചിൽ വിരിഞ്ഞില്ലേ മഞ്ചിമ മുഞ്ചിൽ കഞ്ചക പൂവായി മണ്ണിൽ വിരിഞ്ഞില്ലേ മൂവർണ്ണ കൊടി കൈകളിലായി മാനവ വിപ്ലവം തീർത്തിടലായി മൂവർണ്ണ കൊടി കൈകളിലായി മാനവ വിപ്ലവം തീർത്തിടലായി മാനസ പൂങ്കനി മധുവായി വിടരും മഹത്വമി സംഗമിൽ സിന്ദാബാദ് മഹത്വമി സംഗമിൽ സിന്ദാബാദ് സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതരായൊരു സംഗമിതാ സരസിതവനിൽ സുഹൃതം കാട്ടി സാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ സത്യസമത്വം നീതിയും കാട്ടി പൊൻപ്രഭവേശിയിലേ സമാപന സംഗമത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. شفينا محمد مصطفى صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر الناس اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله الحمد يوافي ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي كما أنت فلك الحمد ولك الشكر حتى ترضى.
اللهم نبذر قلوبنا واستر صدورنا واحسن منقلبنا وفقنا لما تحب وترضى وثبتنا بالقول الثابت في الحياة الدنيا وفي الآخرة. الله إنا نسألك العفو والعافية في الدين والدنيا والآخرة. اللهم جمل أحوالنا وسدد أقوالنا واصل أحمالنا وطهر قلوبنا واحسن أخلاقنا وطيب أرزاقنا واقض بفضلك ديوننا وأصل بكرمك شؤوننا. الله إنا نعوذ بك من البرص والجنون والجزام ومن سيء الأسقام. اللهم إنا نسألك خير المسألتنا وخير دعائنا وخير علمنا وخير الأملنا وخير حياتنا وخير المماتنا وثبتنا وثقق موازننا وحقق إيماننا وارفع درجتنا وتقبل صلواتنا واغفر خطيئاتنا ونسأل الأولى من الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. دوام فيها سبحانك اللهم وتحيتهم فيها وسلام آخر دعوانا الحمد لله. السلام عليكم. വേദിയിൽ ദുബായ് SKSSFന്റെ മനുഷ്യജാലിക നടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇതിൽ ഉപേക്ഷിതരായ ബഹുവന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, 2-3 മാസക്കാലമായി UAE SKSSFന്റെ സർഗലയ സമിതിയുടെ കീഴിൽ ഊണവും ഉറക്കവും ഒഴിച്ചുകൊണ്ട് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരും വിദ്യാർത്ഥി സുഹൃത്തുക്കളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാസാഹിത്യ മത്സരത്തിൻ്റെ സമാപനം ഇവിടെ കുറിക്കാൻ പോവുകയാണ്. ഈ പരിപാടിയിൽ ഈ കലാസാഹിത്യ മത്സരത്തിൽ ആര് ട്രോഫി കൊണ്ടുപോകുമെന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വേളയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്കൂള് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന് ഇതിൻ്റെ ഉന്നത നേതൃത്വം നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പരിപാടി ചുരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സമസ്തയുടെ പ്രവർത്തകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. കാരണം 100ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപന മഹാസമ്മേളനം അങ്ങ് ബാംഗ്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനം 100 വർഷം തികച്ചു എന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് അതിൻ്റെ ഒരു മഹാസംഗമം നടത്താൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട SKSSF എന്ന് പറയുന്ന നമ്മളൊക്കെ നെഞ്ചിലേറ്റുന്ന മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 2, 3, 4 തീയതികളിൽ അതിൻ്റെ 35ാം വാർഷിക ഐതിഹാസിക സമ്മേളനം കോഴിക്കോട് നഗരിയിൽ വെച്ച് നടത്താൻ പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾക്കിടയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വർഷം തോറും നടത്താറുള്ള മനുഷ്യജാലിക, ദുബായ് SKSSF കമ്മിറ്റിയുടെ മനുഷ്യജാലിക കൂടി ഈ പരിപാടിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് സർഗലയത്തിൻ്റെ സമാപനം, അതോടൊപ്പം തന്നെ നമ്മുടെ 100ാം വാർഷികത്തോടുള്ള ഐക്യദാർഢ്യ സമ്മേളനം, അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യജാലിക 35ാം വാർഷികത്തിൻ്റെ പ്രചരണ സമ്മേളനം എല്ലാം കൂടി ഒറ്റ കുടക്കീഴിൽ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നിർവഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ സ്വാഗതം ഓതുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ നാഷണൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷുഐബ് തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ 100ാം വാർഷിക ഐക്യദാർഢ്യ സന്ദേശവും നൽകുന്നത് ബഹുമാനപ്പെട്ട സുന്നി സെൻറ്ററിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജാലിക സന്ദേശവും നമ്മുടെ 35ാം വാർഷിക സന്ദേശവും സംയുക്തമായിക്കൊണ്ട് ഏതാനും വാക്കുകൾ കൊണ്ട് നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ
സുപ്രഭാതത്തിൻ്റെ CEO കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്ററെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുള്ള KMCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ദുബായ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് റിച്ചാണ്ടി, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഇവിടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ഷാർജ ദേവ സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുള്ള ചലേരി സാഹിബ്, അതുപോലെ സുന്നി സെൻറ്ററിൻ്റെ സെക്രട്ടറി കൂടിയായ സയ്യിദ് സക്കീർ ഹുസൈൻ തങ്ങൾ, അതുപോലെ നമ്മുടെ സുന്നി സെൻറ്ററിൻ്റെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി ഉസ്താദ്, അതുപോലെ നമ്മുടെ അബുദാബി സുന്നി സെൻറ്ററിൻ്റെ സെക്രട്ടറി, അതുപോലെ നമ്മുടെ സീനിയർ നേതാവ് ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി, ബഹുമാനപ്പെട്ട അഷ്റഫ് ഹാജി, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ ആദരം SKSFന് ആദരം ഏറ്റുവാങ്ങുന്ന ബഹുമാനപ്പെട്ട മുനീർ സാഹിബ്, ദുബായ് SKSFൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അലി ഫൈസി, അതുപോലെ സയ്യിദ്, അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ യുണീക്ക് വേൾഡിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള മുഹമ്മദ് അലി സാഹിബ്, ഷിയാസ് സുൽത്താൻ അലവിക്കുട്ടി ഫൈസി, അതുപോലെ KT അബ്ദുൽ ഖാദർ അടക്കമുള്ള ജമാൽ സാഹിബ് അടക്കമുള്ള ഒരുപാട് നമ്മുടെ നേതാക്കന്മാർ, നിങ്ങളെല്ലാവരെയും, അതുപോലെ അതിലപ്പുറം നമ്മുടെ ഈ പരിപാടിയിൽ രാവിലെ മുതൽ ഇതുവരെ അക്ഷമരായി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ദിവസങ്ങളായി ഇതിനുവേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, മത്സരാർത്ഥികൾ, അതുപോലെ നമ്മുടെ വിക്കായുടെ പ്രവർത്തകന്മാർ, നിങ്ങൾക്കറിയുമോ ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ 4:30 മണിക്കാണ് നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ പോയിട്ടുള്ളത്. അവർ അങ്ങനെ അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിക്കായ പ്രവർത്തകന്മാർ, അതുപോലെ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, നമ്മുടെ എമിറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹഭാരവാഹികൾ, നേതാക്കൾ, നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഷുഹൈബ് തങ്ങളെ അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സമാദരണീയരായ വേദിയെയും സദസ്സിനെയും ധന്യരാക്കിയിട്ടുള്ള അഭിവന്ദരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘമായ സംസാരത്തിലേക്ക് മുരുതുകയല്ല. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 മാസക്കാലമായി നടന്ന സർഗലയത്തിൻ്റെ UAE തല മത്സരത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഈ വേദിയിൽ ഇന്ന് നടക്കുന്ന 100ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ സന്ദേശവും അടുത്ത ആഴ്ചയിൽ നടക്കുന്ന SKSFൻ്റെ 35ാം വാർഷിക മുഖദ്ദസ് സമ്മേളനത്തിൻ്റെയും സന്ദേശം, അതിനൊക്കെ മുമ്പ് നമ്മുടെയൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിജയപ്രഖ്യാപനവും വിജയികൾക്കുള്ള ചാമ്പ്യൻഷിപ്പ് വിതരണമുണ്ട്. ഈ ചടങ്ങ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായി 17 വർഷക്കാലമായി SKSF നടത്തിവരുന്ന മനുഷ്യജാലികയുടെ ദുബൈ തലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി നിർത്തിവെച്ചതാണ്. ഈ ചടങ്ങ് മനുഷ്യജാലികയുടെ ഐക്യദാർഢ്യ സന്ദേശവും പ്രതിജ്ഞയും നടത്തിക്കൊണ്ട് തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും സന്നദ്ധമാകണം. ഈ ഐക്യത മനുഷ്യജാലികയുടെ പ്രതിജ്ഞ നടത്തുന്നതിന് വേണ്ടി അഭിവന്ദനായ ദുബൈ SKSFൻ്റെ പ്രസിഡന്റ് ബഹുമാനനായ അലി ഫൈസിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും കൈ പൊന്തിച്ച് പരസ്പരം കൂട്ടിപ്പിടിച്ച് പൊക്കി പിടിക്കുക. നാം ഇന്ത്യക്കാർ രാഷ്ട്രനിർമ്മിതിയിൽ പങ്കുവഹിക്കുന്നവരെ, പരസ്പരം സ്നേഹിക്കുന്നവർ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഭരണഘടനാ ശില്പി BR അംബേദ്കറും ഉൾപ്പെടുന്ന രാഷ്ട്രനിർമ്മാതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹിഷ്ണുതയും സൗഹാർദ്ദവുമാണ് ആയുധമാക്കേണ്ടതെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ. ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ അടിത്തറയെന്നും ജനാധിപത്യവും മതേതരത്വവുമാണ് ഭരണഘടനയുടെ അന്തസത്തയെന്നും നാം ഇനിയും ഉറക്കെ പറയും. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക്
വേണ്ടി വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് ഈ നാടിൻ്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുമെന്ന് നാം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകൾക്ക് പകരമായി ജനങ്ങളെ ഏകോദര സഹോദരങ്ങളായി കാണുക ഏത് പ്രക്രിയകൾക്കും മുന്നേറ്റങ്ങൾക്കും എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. ഇവിടെ വേദി 1, 2 അവസാനമായി നടന്ന മാപ്പിളപ്പാട്ട് ഡിവോഷണൽ സോങ്ങിൻ്റെ മത്സര ഫലം കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. വേദി 2 നടന്ന ജനറൽ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3105 സ്വാലിഹ് പടിക്കപ്പറമ്പിൽ ഷാർജ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3055 മുഹമ്മദ് റാഫി ചീനിക്കൽ അബുദാബി. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3028 ബഷീർ പുതുക്കാട്ടിൽ അൽ ഐൻ. വേദി 1 ആവേശകരമായി നടന്ന ജനറൽ വിഭാഗം ഡിവോഷണൽ സോങ് തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3038 ഹാഫിഷ് ബാദുവത് റാസൽ കൈമ. വൺ മോർ തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3031 ഫുഹാദ് ദിബ്ബ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3093 സജീർ താളിൽ അജ്മാൻ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 3055 മുഹമ്മദ് റാഫി ചീനിക്കൽ അബുദാബി. ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ദുബൈ സുന്നി സെൻറ്ററിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദ് അവർ നിർവഹിക്കുന്നു. ആദരപൂർവ്വം ഈ വേദിയിൽ സമസ്തയുടെ 100ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഐക്യദാർഢ്യ സന്ദേശം ഉസ്താദ് അവർ നൽകും. ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്റ്റേജിലും സദസ്സിലുമുള്ള സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട SKSSFൻ്റെ പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സേവനങ്ങളൊക്കെയും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. UAE SKSSFൻ്റെ നാഷണൽ സർഗലയം ഇന്ന് കാലത്ത് മുതൽ തന്നെ വളരെ ഭംഗിയായി നടത്തി നമുക്കത് അവസാനിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ആ പരിപാടിയിൽ പങ്കെടുത്ത കലാപ്രതിഭകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, വളരെയേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇത് വിജയിപ്പിച്ചെടുത്ത പ്രവർത്തകർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അതോടൊപ്പം ഇതിനു വേണ്ടി ധാരാളം സഹായിച്ചവരുണ്ട്, സാമ്പത്തികമായും മറ്റും സഹായിച്ചവരുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു തആല ഖൈറും ആഫിയത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് 28-ാം തീയതി SKSSFൻ്റെ നാഷണൽ സർഗലയം ഇവിടെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം അങ്ങ് ബാംഗ്ലൂരിൽ നടക്കുകയാണ്. ബാംഗ്ലൂരിൻ്റെ കർണാടകയുടെ ചരിത്ര താളുകളെ മാറ്റിക്കുറിച്ചുകൊണ്ട് ഒരു വലിയ മഹാസാഗരം തന്നെ സമസ്തയുടെ പ്രവർത്തകരാൽ അവിടെ തീർക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ അവിടെ നടത്തപ്പെടുകയുണ്ടായി. അതിനോടുള്ള ഒരു ഐക്യദാർഢ്യമായി നാം ഇവിടെ സമസ്തയുടെ ചില സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
മഹാനായ ശൈഖുന സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. മഹാനവറുകൾ ഇന്ന് അവിടെ നടത്തിയ ചില പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ, അവിടുത്തെ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മഹാനവറുകൾ ഇന്ന് അവിടെ പറയുകയുണ്ടായി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ജനമനസ്സുകളിൽ ലോകത്തെങ്ങും വേരൂന്നി പടർന്നു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അത്ര വലിയ ഒരു അംഗീകാരവും അത്ര വലിയ ഒരു സ്വീകാര്യതയും അതിന് ലഭിക്കാനുണ്ടായ സുപ്രധാനമായ കാരണം, ഒന്നാമതായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അതിൻ്റെതായ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്, അതിന് അതിൻ്റെതായ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ആ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഇസ്ലാം, അത്തരത്തിലുള്ള ഒരു ആദർശം അതിവിടെ മുറുകെ പിടിക്കുന്നു. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് ഒരു നിലക്കും ഒരംശം പോലും വെള്ളം ചേർക്കാൻ സമസ്തയുടെ നേതൃത്വം അനുവദിക്കുകയില്ല. സമസ്തയുടെ സർവ്വവിധ പ്രവർത്തനങ്ങളും, അത് വിദ്യാഭ്യാസമാവട്ടെ അല്ലാത്തതാവട്ടെ, അതൊക്കെയും ഈ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് നമ്മളൊക്കെയും ഓർക്കണം. അടിസ്ഥാന മൂല്യങ്ങൾ ചോർന്നുപോയതിൻ്റെ ശേഷം വിദ്യാഭ്യാസം പറയുന്നതിൽ അർത്ഥമില്ല. അടിസ്ഥാന തത്വങ്ങളിൽ നീക്കുപോക്കുകൾ നടത്തിയതിൻ്റെ ശേഷം സമസ്തയുടെ പേര് പറയുന്നതിലും സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. അതാണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്. അതിന് വേണ്ടിയായിരിക്കണം നാം സർഗലയം നടത്തുന്നത്, അതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ, അതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും സമ്മേളനങ്ങളും സർവ്വതും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥതയുള്ള ഉഖ്റവിയായ സ്വാദിഖീങ്ങളായ പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിലാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കാലഘട്ടം മുതൽക്ക് ഇക്കാലം ഇത്രയും സമൂഹം ദീനിനെ സംരക്ഷിച്ചു കൊണ്ടുപോന്നിട്ടുള്ളത്. പലപ്പോഴും പലതരത്തിലുള്ള വെല്ലുവിളികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഈ ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണത്. തൊട്ട് തന്നെ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും ദീനിൻ്റെ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള സൂചനകളാണ്. അതിനടിയിൽ ഒരുപാട് മൂല്യങ്ങൾ അള്ളാഹു ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതിനൊക്കെയുമുള്ള ചിഹ്നങ്ങളാണ് ഈ രണ്ട് വചനങ്ങൾ. അതിൽ നിന്നുകൊണ്ട്, അതിനെ സംരക്ഷിച്ചുകൊണ്ട്, അതിനെതിരിൽ വരുന്ന എന്തൊക്കെ വെല്ലുവിളികളുണ്ടോ അതിനെയൊക്കെയും തട്ടിമാറ്റി, അതിനെയൊക്കെയും പ്രതിരോധിച്ച് ദീനിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന പാരമ്പര്യമാണ് നമ്മുടെ സമൂഹത്തിന് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിനെതിരിൽ വരുന്ന സർവശബ്ദങ്ങളെയും ശക്തമായി നേരിട്ടൊതുക്കിയ ചരിത്രമാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലുള്ളത്. മുഅ്തസിലത്തുകൾ ഇവിടെ വന്നു, ഖവാരിജുകൾ വന്നു, പല പേരിലും പലരും ഇവിടെ വന്നു. അവരെ ആശയപരമായി നേരിട്ട് ഒതുക്കിക്കൊണ്ട് തന്നെയാണ് മഹാന്മാർ നമുക്കിവിടെ കാണിച്ചു തന്നത്. ഖവാരിജുകളോട് നേരിട്ട് സംവാദം നടത്തിയ ചരിത്രം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടെ നിന്നിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ, കാലത്തിന്റെ ചക്രം ഉരുളുമ്പോൾ, മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം അബൂ യഅഖൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം മുഹമ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ റളിയല്ലാഹു തആല അൻഹു, നേരത്തെ പറഞ്ഞ രണ്ടുപേരും മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരാണ്. വലിയ വലിയ പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങി ചങ്ങലയിൽ കിടന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്തി മരിച്ചത്, ജയിലിൽ കിടന്നുകൊണ്ട് മരിച്ചത്. അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്തു, പീഡിപ്പിച്ചു, ആക്രമിച്ചു, അടിച്ചടിച്ചു. ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു പോയി. അപ്പോഴും ആ മൂല്യങ്ങളെ വിട്ടുകളയാൻ, താൽക്കാലികമായെങ്കിലും കൈവടിയാൻ അവരൊരിക്കലും തയ്യാറായിട്ടില്ല. അന്നലക്ക് ദീനിനെ ഇവിടെ സംരക്ഷിക്കാൻ
ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുണ്ടാവുക തന്നെ വേണം. അപ്പോഴേ ദീൻ അതതിൻ്റെ തനിമയിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് മഹാനായ സയ്യിദുൽ ഉലമ ഇന്നവിടെ നൽകിയ സന്ദേശം. അത് തന്നെയാണ് നമുക്കും നൽകാനുള്ളത്. നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുക. ഇഖ്ലാസോടുകൂടെയുള്ള പ്രവർത്തനം ചെറുതാണെങ്കിലും അത് വളരെ വലുതാണ്. അത് മാത്രമേ ഫലിക്കുകയുള്ളൂ, അത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തതൊക്കെയും എതിർഫലം ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെയുള്ള അടിസ്ഥാന തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആവുന്നതൊക്കെയും ചെയ്യുക. സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ നാം കഴിയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുക, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. അവിടെ എവിടെയെങ്കിലും വല്ല കുറവുകളുണ്ടോ എന്ന അന്വേഷണം നമുക്കാണ് ആ കുറവ് ബാധിക്കുക. സമസ്തയെ ഒരു പോറലും ഏൽപ്പിക്കാൻ നമ്മെക്കൊണ്ട് ആരെക്കൊണ്ടും സാധ്യമല്ലെന്ന് നമ്മൾ ഉറക്കെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സുപ്രഭാതം, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സമസ്തയുടെ ഔദ്യോഗിക മുഖപത്രം സുപ്രഭാതത്തിൻ്റെ പ്രവർത്തനങ്ങളും അത് പുറത്തിറക്കാനുള്ള ക്യാമ്പയിനുകളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ റൂമിലും കുറച്ചാളുകൾ ഒരുമിച്ച് കൂടിയാൽ ഒരു സുപ്രഭാതം ചേർക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ കഴിയുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവചനത്തിൽ ഈ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ 2 ഉപഹാരങ്ങൾ നിർവഹിക്കുകയാണ്. ആദ്യമായി ഷാർജ SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കിയ തൊയ്യൂർ ഉസ്താദ് സ്മാരക അവാർഡിന് അർഹരായ ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദിനുള്ള അവാർഡ് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ദുബായ് സുന്നി സെന്റർ ആക്ടിംഗ് പ്രസിഡന്റ് ഉസ്താദ് ജലീൽ ദാരിമി ഉസ്താദ് അവറുകളാണ്. നൽകുന്നതിന് വേണ്ടി ഉസ്താദ് അവറുകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഹുസൈൻ ദാരിമി ഉസ്താദിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷാളണിയിക്കുന്നതിന് വേണ്ടി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളവറുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി മറ്റൊരു സ്നേഹോപഹാരം കൂടി ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. ഹീറോ സ്റ്റാർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുനീർ സാഹിബിനുള്ള UAE നാഷണൽ SKSSFന്റെ സ്നേഹോപഹാരം ബഹുമാന്യനായ നാഷണൽ SKSSFന്റെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് ഷുഹൈബ് തങ്ങൾ നൽകുന്നതിന് വേണ്ടി തങ്ങളവറുകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി മുനീർ സാഹിബിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമാപന സംഗമത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സുപ്രഭാതം CEO മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ സംസാരിക്കുന്നു. സാദരം സവനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വേദിയിലെ സമാദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീർഘമായ സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല. 5 മിനിറ്റാണ് സമയം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ചുരുക്കുകയാണ്. സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ UAE കമ്മിറ്റി നടത്തിയ സർഗലയം കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. ഒന്നിടവിട്ട വർഷങ്ങളിൽ നടക്കുന്ന സർഗലയം കലാസാഹിത്യ മേഖലയെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സർഗലയവും നടക്കാറുള്ളത്. റിലാക്സിന് വേണ്ടിയല്ല, ആസ്വാദനത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഒരുപക്ഷെ അതിന് കൊടുക്കുന്ന വെയിറ്റേജ് ഏറ്റവും ഒടുവിലത്തേതായിരിക്കാം.
സർഗലയത്തിൻ്റെ പ്രത്യേകത അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ദഅവത്തിനുള്ള ആയുധ ശേഖരം എന്ന നിലക്കാണ് SKSSF ഈ സംവിധാനത്തെ കാണുന്നത്. അൽഹംദുലില്ലാഹ് വളരെയേറെ സന്തോഷമുണ്ട്. UAE സംഘടനാ പ്രവർത്തകർ ഏകദേശം 800 ചില്ലാനം കുട്ടികൾ പങ്കെടുത്ത വലിയ ഒരു മത്സരം തന്നെയാണ് സംഘടിപ്പിച്ചത്. അതിന് നേതൃത്വം നൽകിയവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ആദരണീയനായ ജലീൽ ഉസ്താദ് സൂചിപ്പിച്ച പോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ബാംഗ്ലൂരിൽ നടന്ന സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇന്ത്യൻ മുസൽമാന് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ബാംഗ്ലൂരിലെ സമ്മേളനം നടന്നിട്ടുള്ളത്. ഏറെ പ്രയാസപ്പെടുന്ന ഭാരത മുസൽമാന് ഒരു പ്രതീക്ഷയുടെ പൊൻകിരണമായിക്കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തെ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാൻ നമ്മൾ തീരുമാനമെടുത്തത്. സയ്യിദുൽ ഉലമ എന്ന മഹാനായ പണ്ഡിത ശ്രേഷ്ഠൻ്റെ ഒരു ദേശീയ തലത്തിലേക്കുള്ള ഉയർച്ച കൂടിയാണ് ഈ സമ്മേളനത്തിലൂടെ വിളംബരം ചെയ്യപ്പെട്ടത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സന്ദർഭമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതോടൊപ്പം UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്നലെയും മെനിഞ്ഞാന്നുമായി റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ നടന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന സ്ഥാപിക്കപ്പെട്ട ഓർമ്മയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഭരണഘടനയുടെ സംരക്ഷണം തന്നെയാണ്. വളരെ കൃത്യമായി ഭരണഘടനയുടെ പ്രയാമ്പിളിൽ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് 4 കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന്. അതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് സമൂഹത്തോടുകൂടി സമർപ്പിക്കാനുള്ളത്. 1 രാജ്യത്തിൻ്റെ ജസ്റ്റിസ് നീതി വ്യവസ്ഥ, 2 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലിബർട്ടി, 3 ഈക്വാളിറ്റി, അതുപോലെ തന്നെ ജനാധിപത്യം. ഈ സംവിധാനങ്ങൾ ഇവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. രാജ്യം നേരിടുന്ന പ്രതിസന്ധിക്കുള്ള പരിഹാരം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, അന്ന് പൂർവികരായ ഭരണഘടനാ ശില്പികൾ ഏത് വിധത്തിലാണോ ഈ ഭരണഘടനയെ സംവിധാനിച്ചതെങ്കിൽ ആ ഭരണഘടനയെ പൂർണ്ണമായും അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യ രാജ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലേക്കാണ് ഈ രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രസ്ഥാനം ഈ ജാലിക തീർക്കുന്നത്. അതോടൊപ്പം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം, ഇൻഷാ അല്ലാഹ് ഈ 3-ാം തീയതി മുതൽ കോഴിക്കോട് ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ മുസൽമാന് ദേശീയ തലത്തിൽ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കടന്നു വരുമ്പോൾ അതിനേറ്റവും കൂടുതൽ കരുത്ത് പകരുന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ UAE പോലും 25,000 ഇതിൻ്റെ സംഘടനാ പ്രവർത്തകരുണ്ട്. വിക്കായ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നു, ട്രെൻഡ് മറ്റൊരു ഭാഗത്ത് പ്രവർത്തിക്കുന്നു. ഏകദേശം 17ഓളം ഉപഘടകങ്ങളെ സംവിധാനിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന പൊതുസമൂഹം പോലും നെഞ്ചേറ്റിയ പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സമ്മേളനം 3, 4, 5 തീയതിയിൽ കോഴിക്കോട് മുഖദ്ദസിൽ വെച്ചുകൊണ്ട് നടക്കാൻ പോവുകയാണ്. നമ്മളിവിടെ നിന്നുകൊണ്ട് വലിയൊരു പ്രതിനിധി സംഘം, UAE SKSSFൻ്റെ പ്രതിനിധി സംഘം ഈ ദിവസങ്ങളിൽ അവിടെ എത്താൻ പോവുകയാണ്. ആ ചരിത്ര സംഭവം വിജയിക്കണം, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനനായ KMCC ദുബായ് ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം ഉറിച്ചാണ്ടി സാഹിബിനെ ഹ്രസ്വമായ വാക്കിൽ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദനായ അധ്യക്ഷൻ സയ്യിദ് ഷുഹൈബ് തങ്ങൾ, വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠർ, നേതാക്കൾ, എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് കാലത്ത് 8 മണിക്ക് ആരംഭിച്ച SKSSFൻ്റെ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വളരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഇസ്ലാമിക കലകൾ ഇവിടെ അവതരിപ്പിക്കുകയും
അതിൻ്റെ സമാപനം കുറിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഐതിഹാസികമായ മഹാസമ്മേളനം ബാംഗ്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ UAE-യിലെ SKSF-ഉം അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ്. ഈ പരിപാടിക്ക് ദുബായ് KMCC-യുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. UAE SKSF നാഷണൽ സർഗലയം പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നടന്ന മനോഹരമായ സർഗലയം പരേഡിൽ സമ്മാനാർഹമായ സോണുകൾക്കുള്ള സമ്മാനദാനമാണ് അടുത്തതായിട്ട്. തേർഡ് പ്രൈസ് ഗോസ് ടു അജ്മാൻ. സമ്മാനം നൽകുന്നത് ഇബ്രാഹിം ഫൈസി പെരുമളാബാദ്. അജ്മാൻ ടീമിലെ മാനേജർമാരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഷാർജ സോൺ. സമ്മാനം നൽകുന്നത് ഹുസൈൻ ദാരിമി ഉസ്താദാണ്. ഇരുവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഷാർജ സോണിന് വേണ്ടി സർഗലയ പരേഡിൽ 2ാം സ്ഥാനം നേടിയ ഷാർജ ടീം സമ്മാനം നൽകുന്നത് ഹുസൈൻ ദാരിമി. സർഗലയ പരേഡിൽ 1ാം സ്ഥാനം നേടിയത് ദുബായ് സോണാണ്. സമ്മാനം നൽകുന്നത് സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ. ദുബായ് സോണിനെ ക്ഷണിക്കുന്നു. ദുബായ് സോണിന് സമ്മാനം നൽകുന്നത് സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ. ഗൾഫ് സത്യധാരയുടെ 10ാം വാർഷിക ലോഗോ ഡിസൈൻ ചെയ്ത നിഷാർ കരിക്കാടിനുള്ള അവാർഡാണ് അടുത്തത്. സമ്മാനം നൽകുന്നത് സയ്യിദ് ഷുഐബ് തങ്ങൾ. സ്വീകരിക്കുന്നതിന് വേണ്ടി നിഷാർ കരിക്കാടിനെ ക്ഷണിക്കുന്നു. SKSF-ന്റെ UAE നാഷണൽ സീനിയർ വൈസ് പ്രസിഡന്റ് മൻസൂർ മൂപ്പൻ ആവേശകരമായ സർഗലയ മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഏകദേശം 3 മാസത്തോളമായി ജില്ലാ സോണൽ മത്സരങ്ങൾ കഴിഞ്ഞ് UAE നാഷണൽ സർഗലയത്തിന് ഇവിടെ പര്യവസാനം കുറിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആവേശകരമായി മാറി മറിഞ്ഞ് റിസൾട്ടുകൾ വന്ന് അതിൻ്റെ ഫൈനൽ പ്രഖ്യാപനം ഇവിടെ നടക്കുകയാണ്. ആദ്യമായി പ്രഖ്യാപിക്കുന്നത് സബ് ജൂനിയർ, ജൂനിയർ, ജനറൽ വിഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ മത്സരം നടന്നത്. സബ് ജൂനിയർ വിഭാഗത്തിൽ കലാപ്രതിഭയായി 13 പോയിന്റ് നേടിക്കൊണ്ട് കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചെസ് നമ്പർ 1066 നിഹാൽ മുഹമ്മദ് മാട്ടിൽ, റാസൽ കൈമ. ജൂനിയർ വിഭാഗത്തിൽ വാശിയേറിയ മത്സരങ്ങളിൽ 10 വീതം പോയിന്റ് നേടിക്കൊണ്ട് 2 മത്സരാർത്ഥികൾ കലാപ്രതിഭാ പട്ടം പങ്കിട്ടിരിക്കുകയാണ്. 10 പോയിന്റ് നേടി ചെസ് നമ്പർ 2037 മുഹമ്മദ് ഷിബിൽ വള്ളിക്കുന്നത്ത് അബുദാബിയും, ചെസ് നമ്പർ 2088 റാസിഖ് അബൂബക്കർ ഉമ്മുൽ കുവൈനും ജൂനിയർ വിഭാഗത്തിന്റെ കലാപ്രതിഭാ പട്ടം വീതിച്ചിരിക്കുകയാണ്. ജനറൽ വിഭാഗത്തിൽ 13 പോയിന്റ് നേടിക്കൊണ്ട് ചെസ് നമ്പർ 3055 മുഹമ്മദ് റാഫി ചീനിക്കലാണ് ജനറൽ വിഭാഗത്തിന്റെ കലാപ്രതിഭയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആവേശകരമായി നടന്ന ഈ മത്സരത്തിൽ 4 പോയിന്റ് വ്യത്യാസത്തിൽ ഷാർജയെ പിന്തള്ളിക്കൊണ്ട് 95 പോയിന്റ് നേടി റാസൽ കൈമ UAE
SKSSF-ന്റെ നാഷണൽ സർഗലയത്തിലെ സെക്കൻഡ് റണ്ണറപ്പായി ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിനൊടുവിൽ 107 പോയിന്റ് നേടിക്കൊണ്ട് ദുബായ് ഈ സർഗലയത്തിലെ ഫസ്റ്റ് റണ്ണറപ്പായി വിജയം കുറിച്ചിരിക്കുകയാണ്. 2018 സർഗലയത്തിന് അതിന്റെ വാശിയും വീറും നിലനിർത്തിക്കൊണ്ട് ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിൽ അന്നത്തെ വിജയികളായ ദുബായിയെ ചെറിയ മാർജിനിൽ പിന്തള്ളി 118 പോയിന്റ് നേടിക്കൊണ്ട് അബുദാബി UAE നാഷണൽ സർഗലയത്തിന്റെ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. മുഴുവൻ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. അടുത്തത് സബ് ജൂനിയർ കലാ പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട റാസൽ ഖൈമ സോണിൽ നിന്നുള്ള നിഹാൽ മുഹമ്മദ് മാട്ടിൽ. നിഹാൽ മുഹമ്മദിന് SKSSF നാഷണൽ വർക്കിംഗ് സെക്രട്ടറി ഷാഫി ഇരിങ്ങാവൂർ പ്രതിഭാ പുരസ്കാരം നൽകുന്നു. ഇരുവരെയും ക്ഷണിക്കുന്നു. ജൂനിയർ വിഭാഗം സർഗപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷിബിൽ അബുദാബി, റാസിഖ് അബൂബക്കർ ഉമ്മുൽ ഖൈൻ. ജൂനിയർ സർഗപ്രതിഭകൾക്കുള്ള സമ്മാനം നൽകുന്നത് അഭിവന്ദനായ സുപ്രഭാതം CEO മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ. ഇരുവരെയും ക്ഷണിക്കുന്നു. ജനറൽ വിഭാഗം മത്സരത്തിൽ സർഗപ്രതിഭയായി തെരഞ്ഞെടുത്ത മുഹമ്മദ് റാഫിക്കുള്ള സ്നേഹോപഹാരം നൽകുന്നു. യുനുക്യു ഡയറക്ടർ മുഹമ്മദ് അലി സാഹിബ് സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് റാഫി ചേണിക്കലിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. നൽകുന്നത് യുനിക്കു വേൾഡ് ഡയറക്ടർ മുഹമ്മദ് അലി സാഹിബ്. ആവേശകരമായ ഇന്ന് രാവിലെ മുതൽ നടന്ന UAE നാഷണൽ SKSSF സർഗലയത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി തെരഞ്ഞെടുത്ത റാസൽ ഖൈമക്കുള്ള സ്നേഹോപഹാരം സയ്യിദ് സക്കീർ തങ്ങൾ നിർവഹിക്കുന്നു. സെക്കൻഡ് റണ്ണറപ്പായ റാസൽ ഖൈമക്കുള്ള ട്രോഫി നിർവഹിക്കുന്നു സയ്യിദ് സക്കീർ തങ്ങളെയും റാസൽ ഖൈമ ടീം അംഗങ്ങളെയും സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ആവേശകരമായ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി തെരഞ്ഞെടുത്ത ദുബായ് SKSSF കമ്മിറ്റിക്കുള്ള ട്രോഫി നിർവഹിക്കുന്നു. അബ്ദുള്ള ചേലേരിയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ദുബായ് സംസ്ഥാന കമ്മിറ്റിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കലയിലും കവിതയിലും സാംസ്കാരിക അഭ്യുന്നതിയുടെ ഔന്നിത്യത്തെ പ്രകാശനം ചെയ്യുന്ന ഇസ്ലാമിക കലാമേളകളുടെ സമന്വയ സംഗമം. അതെ, UAE നാഷണൽ SKSSF സംഘടിപ്പിച്ച സർഗലയത്തിലെ ഫസ്റ്റ് റണ്ണറപ്പായി തെരഞ്ഞെടുത്ത ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റിക്കുള്ള ട്രോഫി നിർവഹിക്കുന്നു. അബ്ദുള്ള ചേലേരി സാഹിബ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷാർജ ദഅവ ജനറൽ സെക്രട്ടറി അബ്ദുള്ള ചേലേരി സാഹിബ് ദുബായ് കമ്മിറ്റിക്കുള്ള ട്രോഫി സമ്മാനിക്കുന്നു.
الله أكبر قولوا تكبير قولوا تكبير قولوا تكبير قولوا 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 تكبير قولوا 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 تكبير കലാമാമാങ്കത്തിന്റെ കനകവേദിയിൽ കിരീടത്തിനായുള്ള പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിന്നറായി തെരഞ്ഞെടുത്ത അബുദാബി സ്റ്റേറ്റ് കമ്മിറ്റികളുടെ ട്രോഫി നിർവഹിക്കുന്നു അബ്ദുറഹ്മാൻ തങ്ങൾ അവരുടെയും സ്വീകരിക്കുന്നതിന് വേണ്ടി അബുദാബി കമ്മിറ്റി അംഗങ്ങളെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലാപ്രതിഭകൾക്കുള്ള സമ്മാനദാനം നൽകുന്നു. KMCCയുടെ അഭിവന്ദ്യനായ ദുബൈ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറച്ചാണ്ടി സാഹിബ് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സബ് ജൂനിയർ വിഭാഗം കലാപ്രതിഭകളായ നിഹാൽ മുഹമ്മദ് മാട്ടിൽ, ജൂനിയർ വിഭാഗം കലാപ്രതിഭകളായ മുഹമ്മദ് ഷിബിൽ വള്ളിക്കുന്നത്ത്, റാസിഖ് അബൂബക്കർ, ജനറൽ വിഭാഗത്തിൽ കലാപ്രതിഭകളായ മുഹമ്മദ് റാഫി ചേടിക്കൽ ഈ കലാപ്രതിഭകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കുന്നു ദുബൈ KMCC ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറച്ചാണ്ടി സാഹിബ്. സ്നേഹപൂർവ്വം ഇബ്രാഹിം മുറച്ചാണ്ടി സാഹിബിനെയും കലാപ്രതിഭകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിഹാൽ മുഹമ്മദിനുള്ള ഉപഹാരം ഇബ്രാഹിം മുറച്ചാണ്ടി സാഹിബ് നൽകുന്നു. ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നേരത്തെ പ്രഖ്യാപിച്ച സ്വർണ്ണ കോയിൻസ് പ്രവചന മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സ്വർണ്ണ കോയിൻസ് ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിച്ച വിവരം അറിയിക്കുകയാണ്. സംഗമത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സയ്യിദ് തളിയിൽ സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, വൈകിയ വേളയിൽ ഒരു നന്ദിയുടെ ആവശ്യം ഇല്ല എന്ന് അറിയാം. എങ്കിലും നമ്മുടെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആൾക്കാർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രത്യേകം നമുക്കിവിടെ എടുത്തു പറയാനുള്ളത് നമ്മുടെ അഡ്മിൻ ടീം ഈ ഒരു സംഗമത്തെ, ഈ ഒരു സംവിധാനത്തെ നല്ല രീതിയിൽ, ഇത്ര നല്ല രീതിയിൽ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ അഡ്മിൻ ടീം, അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ്, ഒരു അപ്പീൽ പോലും വരാതെ പല മത്സരങ്ങളിൽ അപ്പീലുടെ കൂമാരമായിരുന്നുവെങ്കിൽ ഈ ഒരു ദേശീയ മത്സരത്തിൽ ഒരു അപ്പീൽ പോലും വരാതെ നാട്ടിൽ നിന്ന് വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജ്മെന്റിനെ ഇവിടെ എത്തിച്ച
ജഡ്ജ്മെന്റ് പാനൽ ടീം, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിസിറ്റി ടീം, അതുപോലെ തന്നെ IT ആൻഡ് മീഡിയ, അതുപോലെ തന്നെ ഇന്നലെ മുതൽ പല ദിവസങ്ങളിലായി നമുക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി തന്ന വിഹായ എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.